ഹായ് ഓൾ, എല്ലാവർക്കും നോ പ്രോബ്ലം സീരീസിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമേ ഒരു വലിയ നന്ദി പറയാണ്. കാരണം നിങ്ങളെല്ലാവരും ഭയങ്കര നല്ല സപ്പോർട്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിന് നേരെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി പവർ പ്രോബ്ലം കഴിഞ്ഞു, പിന്നെ ഒരു സർക്യൂട്ടിലെ കറൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം കാണിക്കാം, വായിച്ചു നോക്കുക. ഒബ്സർവ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ. നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, കൺഫ്യൂസിംഗ് ആയ സർക്യൂട്ടാണ്. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്, കൂടാതെ കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 4 ohm. ഇതാണ് 4 ohm. കാര്യം മനസ്സിലല്ലോ. സഫല പ്രതിരോധം കാണണം, കൂടാതെ 4 ohm റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും കണ്ടെത്തണം. നമ്മൾ ആദ്യം എന്താ കാണാൻ പോകുന്നത്? സർക്യൂട്ടിലെ സഫല പ്രതിരോധം. അപ്പൊ നമ്മൾ നോക്കണം, ഈ സർക്യൂട്ട് സീരീസ് ആണോ, ശ്രേണിയാണോ, അല്ലെങ്കിൽ സമാന്തരമായ പാരലലാണോ എന്ന്. വേണ്ടേ? ഇത് പാരലലാണല്ലോ അല്ലേ? തോന്നും പാരലലാണെന്ന്. ഇത് സീരീസാ. എന്തുകൊണ്ടാ? നോക്കടാ, കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാണ്. സീരീസ് എന്താണ്? ഇതാ ഇങ്ങനെ ആയിരിക്കും സീരീസ്. കറണ്ട് ഇങ്ങനെ വന്നിട്ട് 2 വഴികളിൽ വേർപിരിഞ്ഞിട്ട് ഇവിടെ പ്രതിരോധങ്ങൾ കണക്ട് ചെയ്യണം. ഇവിടെ മുകളിലും താഴെയും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെന്ത് സർക്യൂട്ടാണ്? ഇത് ശ്രേണി സർക്യൂട്ടാണ് മക്കളെ. ഇത് സമാന്തരമല്ല, പാരലല്ല, ഇത് സീരീസ് ആണ്. ഒറ്റ സർക്യൂട്ടാ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വഴിയോ വെട്ടോ വിഭജിക്കലോ ഒന്നുമില്ല. സോ ഇനി ഞാൻ പേര് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ R1 എന്ന് പറയുന്ന സർക്യൂട്ട്, പ്രതിരോധം, റെസിസ്റ്റർ. ഇതെൻ്റെ R2 എന്ന് പറഞ്ഞ പ്രതിരോധമാണ്. ഇനി എന്താ ചെയ്യുന്നത്? കറണ്ട് നേരെ പോവും. അപ്പം നമ്മളെ R1-ന് ഞാൻ പറയുന്നു I കറണ്ട് കിട്ടും, R2-നോ I കറണ്ട് തന്നെ കിട്ടും. കാരണം എന്താ? കറണ്ട് വേർപിരിയത്തില്ലല്ലോ. സമാന്തരമാണെങ്കിൽ എന്ത് സംഭവിക്കുകയായിരുന്നു? കറണ്ട് വേർപിരിഞ്ഞിട്ട് ഇതിലൂടെ I1 കറൻറ്റും ഇതിലൂടെ I2 കറൻറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു, ശരിയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കറണ്ട് കൃത്യമായിട്ട് ഒരു വഴി കൂടെ തന്നെ അങ്ങോട്ട് പോകും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശ്രേണി രീതിയിലാവുന്ന സമയത്ത് ഒരു സർക്യൂട്ടിലെ പ്രതിരോധങ്ങൾക്ക്, റെസിസ്റ്റേഴ്സിന് ഒരേ അളവിലാണ് കറണ്ട് കിട്ടുന്നത്. കണ്ടോ, 2 പേർക്കും I കറണ്ടാ കിട്ടുന്നതെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ V1 വോൾട്ടേജും ഇവിടെ V2 വോൾട്ടേജാ കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണോ? നമുക്ക് എന്താ അപ്പൊ കണ്ടുപിടിക്കാനുള്ളത്? 4 ohm റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ വ്യതിയാനം, വോൾട്ടേജ് കാണണം. V1 ആണ് കണ്ടുപിടിക്കേണ്ടത്. വിന്റെ ഇക്വേഷൻ എന്താ? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. നമ്മൾ പഠിച്ച ഇക്വേഷനാ. അപ്പൊ V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V1 എന്ന് പറഞ്ഞാൽ R1-ലൂടെയുള്ള വോൾട്ടേജ് ആണ് അല്ലേ? അപ്പൊ വീണ്ടും പറഞ്ഞത് കിട്ടും നമുക്ക് I അല്ലേ? I തന്നെയാണ്. R1 വരും. സോ I ഇൻറ്റു R1 എന്നാണ് കിട്ടുക. സെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ചെയ്യാം. അപ്പൊ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. V എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? I ഇൻറ്റു R1. അയ്യോടാ, നമുക്ക് I അറിയില്ലല്ലോ. I അറിഞ്ഞൂടല്ലോ. I നമുക്ക് തന്നിട്ടില്ലല്ലോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രോബ്ലത്തിലെ പ്രശ്നം ഏതാണ്? I നമുക്ക് അറിയത്തില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് I കണ്ടുപിടിക്കണം. അപ്പൊ I എന്ന് പറഞ്ഞാൽ 2-ലൂടെ ഒഴുകുന്ന കറന്റ് I തന്നെയാണ് അല്ലേ? സോ നമുക്ക് I കാണാം. ഇക്വേഷൻ ഏതാണ്? V/R ആണ്. ഏതാ ഇക്വേഷൻ? V/R ആണ്. അവിടെ നമ്മൾ ടോട്ടൽ സർക്യൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ സർക്യൂട്ടിലെ വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 വോൾട്ട്. അതാണ് V ഡിവൈഡഡ് ബൈ R. R എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? R എന്ന് പറഞ്ഞാൽ ഇവിടെ R1 R2 ഉള്ളത്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സർക്യൂട്ടിലെ പ്രതിരോധമാണ്. മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ സർക്യൂട്ടിലെ പ്രതിരോധം നമ്മൾ നോക്കുമ്പോൾ ഇത് ശ്രേണി രീതി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? R എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? R എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 എന്ന് കിട്ടും. സമയം എന്താണ്? 4 + 2. ക്ലിയർ അല്ലേ? അതെത്രയാണ്? 6 ohm. അപ്പോ എന്തൊക്കെ മനസ്സിലായി?
ഐ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഐ എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ ടോട്ടൽ കറന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ ഐ = V/R ആണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഐ = V/R ആണ്. ശരിയല്ലേ? അപ്പോൾ വോൾട്ടേജ് 6 വോൾട്ട് ആണ് ടോട്ടൽ സർക്യൂട്ടിലേത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധം. ടോട്ടൽ പ്രതിരോധമാണ് സർക്യൂട്ടിലെ. അതെത്രയാണ്? നമ്മൾ R1ഉം R2ഉം കൂട്ടിയിട്ടാണ് ശ്രേണിയിൽ കണ്ടുപിടിക്കുക, സീരീസിൽ. അപ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ 6/6 നമുക്ക് എന്ത് കിട്ടും? 1 ഓം എന്ന് കിട്ടും. 1 ആംപിയർ ആണ് കിട്ടുക. അപ്പോൾ ഈ 1 ആംപിയർ കിട്ടി. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഈ വാല്യൂ ദാ ഇവിടെ അപ്ലൈ ചെയ്യാം. ശരിയല്ലേ? ഐ ആണ് ഈ സാധനം. നേരെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? ഐ = 1 ആംപിയർ. അപ്പോൾ നമുക്ക് ദാ 1 × R1. എത്ര R1? 4. സോ 4 = എത്ര കിട്ടി? 4 വോൾട്ട് അല്ലേ? 4 വോൾട്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ടാമത്തേലേക്ക് ഒന്ന് കണ്ടുനോക്കിയാലോ? ചുമ്മാ കണ്ടുനോക്കിയാലോ? രണ്ടാമത്തേൽ R2 കൂടെയുള്ള വോൾട്ടേജ് V2 കണ്ടുപിടിച്ച് നോക്കിയാലോ? ടോട്ടൽ വോൾട്ടേജ് 6 അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എത്ര ഇവിടെ കിട്ടണം? നമുക്ക് 2 വോൾട്ട് കിട്ടണം. നമുക്ക് കിട്ടുമോ നോക്കാം. ചുമ്മാ കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ V1 നമ്മൾ കണ്ടുപിടിച്ചു. V2 ഇക്വേഷൻ എന്താ? V2 = I × R2 ആയിരിക്കില്ലേ? ഐ എത്രയാ? ഐ 1. R2 എത്രയാ? നോക്കൂ, R2 2 ഓം. അപ്പോൾ 2 = എത്ര കിട്ടും? 2 വോൾട്ട്. കണ്ടോടാ? അപ്പൊ ടോട്ടൽ വോൾട്ടേജ് V = V1 + V2 ആണ്. അതെത്രയാണ്? 6 വോൾട്ട്. കണ്ടോ നിങ്ങൾ? 6 വോൾട്ട്. അപ്പൊ നമ്മൾ സർക്യൂട്ടിൽ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കഴിഞ്ഞ, അതായത് എപ്പിസോഡ് 2 നമ്മുടെ കറന്റ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കണക്കുകളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് കുട്ടികൾക്ക് ഇത്തരം പ്രോബ്ലംസ് കൺഫ്യൂഷൻ ആണ്. സോ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ എക്സ്പെക്റ്റേഷനിലാണ് കേട്ടോ. കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നമുക്ക് എപ്പിസോഡ് നമ്പർ 4 കാണാം. ബൈ ഓൾ ഓഫ് യു. താങ്ക് യു.